അപ്പൊ ഇന്നാണ് അഷ്ണക്കുട്ടിയുടെ ബർത്ത്ഡേ. അഷ്ണക്ക് ഇന്ന് 22 വയസ്സ്. പിന്നെ എന്റെ പ്രായമായി. നമ്മളെല്ലാരും ഇങ്ങനെ വളരുന്ന ഓരോ വർഷം കൂടുന്തോറും വലിയ പിള്ളേരാവണം. ഇപ്പൊ അഷ്ണയ്ക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഇപ്പൊ ഗിഫ്റ്റ് കോഴിക്കോട് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണം, ഈസി സാധനം. ഞങ്ങൾ അത് കണ്ടുപിടിച്ചാലേ അഷ്ണയ്ക്ക് അവിടെ ഗിഫ്റ്റ് കിട്ടുള്ളൂ. അതോ 7 മണിക്കകത്ത് കണ്ടുപിടിക്കണം. 3 മണിക്കൂറിനകത്ത് കണ്ടുപിടിക്കണം. നിങ്ങളുടെ ഫസ്റ്റ് ക്ലൂ തുറക്കാനി. ഫസ്റ്റ് ക്ലൂ. ഇതെന്ത് ക്ലൂ? ഇത് മറ്റേത് ബീച്ചിനടുത്തുള്ള സ്റ്റേജ്. ഫോൺ യൂസ് ചെയ്യാല്ല. നമ്മൾ ഇതൊക്കെ ഏലോട് ഇങ്ങനെ ചോദിക്കണം. കോഴിക്കോട്. അബി ഇതെന്തിനാ റാൻഡം ആയിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്? അതിന് ക്ലൂ ഉണ്ടാവോ? ഇവിടെ ഞങ്ങൾ പോയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടി. സരോണ ബയോ പാർക്ക്. ഇതാണ് സ്ഥലം. നമുക്ക് ജസ്റ്റ് അവിടെ പോയി നോക്കാം ഗൈസ്. ചിലപ്പോൾ ക്ലൂ കിട്ടുവാണെങ്കിലോ? ഗൈസ് നമുക്ക് നേരെ സരോണ ബയോ പാർക്കിൽ പോവാം. ഹാപ്പി ബർത്ത്ഡേ അഷ്ന മോൾ. ഹലോ ഗൈസ്, നിങ്ങളെ കണ്ടിട്ട് എത്ര നാളായി? കുറെ നാളല്ലേ ഇവരെ കണ്ടിട്ട്. പ്രത്യേകിച്ച് നമ്മള് വ്ളോഗ്സിലൊക്കെ ഇങ്ങനെ വന്നിട്ട് എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് വ്ളോഗ് വന്ന എപ്പോഴാണ്? കഴിഞ്ഞ വർഷം. നിങ്ങൾ വിചാരിക്കും നമുക്ക് മടിയായിട്ടാണ് നമ്മൾ വരാത്തത്. പക്ഷെ കാരണം എന്താണ് മെയിൻ റീസൺ? അഷ്നയ്ക്ക് ഇവിടെ ഭയങ്കര മടി. സത്യാവസ്ഥ പറയാം. ക്ലാസ് വേറെ കുറെ ഇത് എല്ലാം കൂടി ആയപ്പം ഇത് മറന്നില്ല. അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇവിടെ കണ്ടിട്ടില്ല ഗൈസ്. ഞങ്ങൾ ഇവിടെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. ലൈക്ക് മുമ്പ് എടുത്ത് തന്നെ വീണ്ടും വീണ്ടും കാണിച്ചാൽ നിങ്ങൾക്ക് ബോർ അടിക്കത്തില്ലേ? ബോർ അടിക്കത്തില്ല നിങ്ങൾ പറ. അങ്ങനെയാണ് വീണ്ടും വീണ്ടും എടുത്ത് കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഓപ്പറേഷനൊക്കെ പോയിട്ട് മറ്റേ പ്രഗ്നൻസിയുടെ സംഭവങ്ങളും പിന്നെ പ്രസവത്തിന്റെ സംഭവങ്ങളും പിന്നെ കിഡ്നി സ്റ്റോൺ സംഭവങ്ങളും ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിന്റെ തിരക്കിലായിരുന്നു. പിന്നെ റൊട്ടേഷൻ തുടങ്ങിയതിനെ കുറിച്ച് തിരക്കായി പോയി. അഷ്നയ്ക്ക് ക്ലാസ്സും എക്സാം ഒക്കെ ആയിട്ട് അഷ്നയുടെ ഒരു ട്രിപ്പ് പോയി ഗൈസ്. ഇത് പോയി ഗൈസ്, ട്രക്കിംഗ്. അതിന് പോസ്റ്റ് വരുന്നതായിരിക്കും ഫുൾ സപ്പോർട്ട്. നമ്മൾ സരോവരം എത്തി. അവിടെ എവിടെയാണ് ക്ലൂ വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ പാർക്കിലെത്തി. അതിൽ ഈ സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഈ സ്ഥലം നമ്മൾ അകത്ത് കയറിയപ്പോഴത്തേക്ക് ഓരോരോ സ്പോട്ടിന്റെ പേരുണ്ട്. നോക്കിയപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു ഈ ഓപ്പൺ എയർ തിയേറ്റർ ആയിരിക്കും. നമുക്ക് സമയമില്ല. നമുക്ക് നേരത്തെ അച്ഛൻ 7 മണിക്ക് തീർക്കണമെന്നാണ് അച്ഛൻ നമ്മുടെ അടുത്ത് പറഞ്ഞത്. നമുക്ക് ഏറ്റവും കൂടുതൽ സമയം പോകുന്ന ട്രാഫിക്കിലാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സ്ഥലം ലാഭിക്കേണ്ടത്. നമ്മളാണെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ മരങ്ങൾ കണ്ടു നേരത്തെ. എനിക്ക് തോന്നുന്നു ഇവിടത്തെ ക്ലൂ ഈ സെലോ ടാപ്പ് ആയിരിക്കും. അവിടെ നമ്മൾ ഈ സെലോ ടാപ്പ് കണ്ടായിരുന്നേ. അതിൽ എന്തായാലും ഉണ്ടാവും. നമ്മൾ ഈ സൈഡ് ഫുള്ള് സെലോ ടാപ്പ് തപ്പണം. സെലോ ടാപ്പ് വലുത്, ചിലപ്പോൾ വലുതും ആയിരിക്കും. ഇത് ആരും അറിയാത്ത സ്ഥലം ആയതുകൊണ്ടാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പാട്. പക്ഷേ നമ്മൾ കണ്ടുപിടിക്കും. സെലോ ടാപ്പ്. ഇതിപ്പോ എങ്ങനെ എടുക്കാം? അപ്പുറത്തെ വഴി പോയി എടുക്കണം. എന്റെ കൈ പോകും തോന്നുന്നു. തിരിച്ച് കൈ എടുക്കാൻ പറ്റില്ല. എനിക്ക് ബാക്കിൽ പോകാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് സെലോ ടാപ്പ് കിട്ടി. ഇതിന്റെ ക്ലൂ എന്തായാലും അറിയത്തില്ല. ഇത് ഫുള്ളായിട്ട് തുറന്നു നോക്കാം. ഇതിനകത്തായിരിക്കും. പറയാൻ പറ്റത്തില്ല. ഉണ്ടാവോ അതിനകത്ത് ഗൈസ്? ഇതൊരു 100 രൂപയുടെ നോട്ട് സബ്സ്ക്രൈബറിന് കൊടുത്തത്. ടിവി പൈസയും ടിവിയും കൊടുത്ത ഒരു സ്ഥലമോ? ലക്കി സബ്സ്ക്രൈബർ. ആദ്യത്തെ ലക്കി സബ്സ്ക്രൈബറിന് നമ്മൾ ടി വി കൊടുത്ത്, അടുത്തുള്ള ലക്കി സബ്സ്ക്രൈബറിന് നമ്മൾ ക്യാഷ് കൊടുത്ത്. ഓ, അതെവിടെ? ഒരു
റെയിൽവേ സ്റ്റേഷനും ബീച്ചിലും പോകുന്നതിന് അവിടെ ഒരു കുളം ഉണ്ടല്ലോ, എനിക്ക് സ്ഥലം അറിയാം, പേരറിയത്തില്ല അതിന്റെ. പോവാറിയാം. ഞാൻ ആ സ്ഥലത്ത് പോയിട്ടില്ല, അപ്പൊ നമുക്ക് പോവാം. അഭിനെ അറിയാമെന്നാണ് അഭിന്റെ പ്രതീക്ഷ. ഇതാണ് അടുത്ത ക്ലൂ. ട്രാഫിക് ഉണ്ട് ഗൈസ്, പെട്ടെന്ന് എത്തണം. പോട്ടെ. ഓക്കെ ഗൈസ്, അടുത്ത സ്പോട്ട്. അപ്പോൾ നമ്മളിന്ന് ബർത്ത്ഡേ ആയിട്ട് ഇന്ന് പ്രത്യേകിച്ച് വലിയ പരിപാടിയല്ല, കാരണം നമ്മൾ ഈ തിരക്കിനിടയ്ക്കാണ് കുറച്ച് സമയം കണ്ടെത്തിയത്. അപ്പോൾ ഇന്നത്തെ തോന്നുന്നു എനിക്കൊന്ന് ബർത്ത്ഡേക്ക് ആയിട്ട് അശ്നയ്ക്ക് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ട് ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ വർഷം പോലെ എല്ലാവരും കാണണമെന്നില്ല. ഇല്ല അശ്നമോൾ, കഴിഞ്ഞ വർഷം അവരെല്ലാവരും ഉണ്ടായിരുന്ന കുറച്ച് രസം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാനും അഷ്ടമോളും മാത്രമായിരിക്കും. നമ്മൾ കുറച്ച് എന്ത് ചെയ്യുക, കുറച്ച് ഷോപ്പ് ചെയ്യുന്നു, കുറച്ച് കേക്ക് കട്ട് ചെയ്യുന്നു, പിന്നെ ഫുഡ്സ് കഴിക്കുന്നു, പിന്നെ കുറച്ച് വർത്താനം ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നു, പിന്നെ 2 ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നു. പിന്നെ രാത്രി എന്റെ ഫ്രണ്ട്സും അച്ഛനും എല്ലാവരുമായിട്ടൊക്കെ വന്നായിരുന്നു ഗൈസ്, കേക്കൊക്കെ കൊണ്ട്. അത് വീഡിയോ അത് പക്ഷേ ഇങ്ങനെ ഷോർട്ട് ആയിട്ടാണോ തോന്നുന്നത്. അത് ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ അഷ്ടനെ ഇങ്ങനെ ഒരു കേക്ക് മാത്രം കൊണ്ടുവരാൻ പ്ലാൻ ആയിരുന്നു. ഒരു കൂട്ടം സഹോദരങ്ങൾ വന്നു. പിന്നെ അഷ്ടയുടെ ഫ്രണ്ട്സും പറഞ്ഞു അവര് വരുന്നുണ്ടെന്ന്. എല്ലാ ഫ്രണ്ട്സിനും ഷോർട്ട് ഔട്ട് കൊടുത്തു. Shout out to all of my friends. സീൻ എന്നെ മുഞ്ച്. നമുക്ക് ഇത്തം തന്നെ കറങ്ങിയിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ നമ്മള് അവിടെ പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഇവിടെ എത്തി, നമ്മൾ എവിടെയോ പാർക്ക് ചെയ്ത്, ഇനി നമുക്ക് അവിടെ വരെ നടന്ന് ഓടണം. ഇതാണ് നമുക്ക് കിട്ടിയ ലൊക്കേഷൻ, നമ്മൾ ഗീവ് അവേ കൊടുത്ത സ്ഥലം. നീ ഇങ്ങോട്ട് കണ്ട അവിടെ ആര് നിൽക്കുന്നത്? അവിടെ അച്ചാച്ചിരിക്കണ്. ജോസ് ചേട്ടൻ ഇവിടെ നമ്മളെ കത്തിരിക്കുന്നു ഗൈസ്. അടുത്ത ക്ലൂ വേണമെങ്കിൽ ബോൾ ഉണ്ടല്ലോ. അച്ചാ ഇവിടെ എമ്പാട് ആൾക്കാരുണ്ട്. നിനക്കുള്ള ഗിഫ്റ്റിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യണത്. പകുതി ഷെയർ മര്യാദക്ക് തന്നോളണം. ഈ ബോൾ ഉണ്ടല്ലോ, ബോൾ ഞാൻ ഇങ്ങനെ ഇടും. അതൊരു ലൈൻ മാർക്ക് ചെയ്താൽ മതി. അവിടെ നിന്ന് അടിച്ച് ഇതിൽ കൊള്ളിക്കണം, അപ്പൊ ക്ലൂ കിട്ടും. എത്ര അടി? നീ ഒരു അടി, നീ ഒരു അടി, നീ ഒരു അടി, നീ ഒരു അടി. ഞാൻ അടിച്ചു വീഴൂല. ഇവിടെയാണ് മെസ്സി ആവേണ്ടത്. ഒറ്റ അടിയില് അഭി, നിന്നിലുണ്ട് എന്റെ പ്രതീക്ഷ. നീയാണ് ഇവിടുത്തെ താര. അഭിനെ ഒറ്റ അടിയിൽ അടിച്ചു വീഴ്ത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇനി അടിച്ചതിനി എന്ന് വീണ്. വേറെ ആരും അടിക്കല്ലേ? അവനെ കണ്ട് ജസ്റ്റ് മിസ്സിന് പോയച്ചാ. അഭി ഇതാണ് അഭിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചത്. അടുത്ത ക്ലൂ നമ്മുടെ അടുത്ത ക്ലൂ കോണിനകത്തേനുണ്ടായിരുന്നു. അഭി ഇത് മറ്റേ സ്ഥലം. അഭി മറ്റേ പഴംപൊരി ബീഫ്. ഇടയിലെ ഹോട്ടലിന് അതല്ലേ കായലിനകത്ത് ഗിഫ്റ്റ് ഇരിക്കുന്നു. സമയമില്ലാ സമയത്തിൽ അഭിന്റെ ലീലാവിലാസങ്ങൾ. സമയമില്ല. വേറൊരു കാര്യം ശ്രദ്ധിക്കണം അറിയോ, ടിബിൾസി വെതർ മൂഡ് സ്വിങ്സ്. ഞങ്ങൾ നേരത്തെ എന്തോ ഭയങ്കര വെയിലെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇപ്പൊ നിങ്ങൾ നോക്കൂ, കൊടുങ്കാറ്റും എന്തോ വലുത് വരാനിരിക്കുന്ന പോലെ. ഇതിന് എവിടെ വെച്ച് നമ്മൾ കേക്ക് മുറിച്ച് ഒരു ചെറിയൊരു ഹട്ട് കണ്ടുപിടിച്ചിട്ട് അതിനകത്തിരുന്ന് കേക്ക് മുറിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ ഒരു ബഡാ കേക്ക് വെട്ടി. അപ്പൊ ഇന്ന് ഞങ്ങൾ 2 രൂപയുള്ളൂ ബഡാ കേക്ക് വെച്ച് ഇവിടെ വിതരണം ചെയ്യാൻ ആൾക്കാരെ അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞങ്ങൾക്ക് നമ്മളൊരു 2 പേർക്ക് വേണ്ടിയുള്ള ഭയങ്കര എക്കണോമിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു കേക്ക് വാങ്ങി, ഒരു എസ്തറ്റിക് കേക്ക്സ് വാങ്ങിച്ചിട്ട് നാളെ വേണ്ട അഷ്ടമോളും കൂടി അങ്ങ് വെട്ടുന്നു. എല്ലാ അഷ്ടമോളും 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു ഹൃദയം സ്റ്റൈൽ ഒരു ഇത് ഇവിടുത്തെ മഴ ഇടിമുഴക്കം പോലെ വിരുമ്പോ. സത്യം പറഞ്ഞ ഇത്ര നേരം വരെ ഭയങ്കര വെയിലായിട്ടുണ്ടല്ലോ. ഞാൻ ശരി പറയൂ, ഈ വെയിലിൽ തന്നെ ഇറങ്ങാൻ പെട്ട പാട് എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പൊ നോക്കിയപ്പോൾ മോളിൽ കയറുന്ന ഒരു നല്ല വെയില്. മോളിൽ നിന്ന് ഇറങ്ങി, മോൾ അധികം നേരം സ്പെൻഡ് ചെയ്യില്ല, കുറച്ച് ഷോപ്പ് ചെയ്ത് ഈ കേക്ക് വാങ്ങിച്ച് സാധനം വാങ്ങിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. ഒരു ഇടിമഞ്ഞുള്ളൂ, മഴയുടെ ആദ്യം ഒരു സ്ഥലം കണ്ടുപിടിക്കണം നനയാതിരിക്കാനുള്ള. ഇനി നമ്മളൊരു 7 മിനിറ്റ്സിനകത്ത് ഡെസ്റ്റിനേഷനിൽ എത്തും ഗൈസ്. ചിലപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് പഴംപൊരി ബീഫ് തന്നിട്ട് ചിലപ്പോൾ ചലഞ്ച് ആയിരിക്കും തരുന്നത്. അഭി പെട്ടെന്ന് തന്നണേ, പറയാൻ പറ്റില്ല അച്ഛൻ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന്.
ഗൈസ് ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. കണ്ടോ, വെള്ളം, ഗിഫ്റ്റ്. വെള്ളത്തിന്റെ അടുത്ത് നമ്മൾ വന്നു. നമ്മുടെ ഗിഫ്റ്റ് ഇവിടെ എവിടെ ഉണ്ട് ഗൈസ്. ഓൾറെഡി ചത്ത് ഗൈസ്. ഈ ഫുള്ള് നമ്മൾ ഇനി തപ്പണ സൈഡില്ല. ഗിഫ്റ്റ് ബോക്സിലാണോ വേറെ ഏതിനാണോ ഇരിക്കണമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് തപ്പി നോക്കാം. ക്രൂതനായിരിക്കും ചിലപ്പോ. ഗൈസ് എവിടെ എന്താ വച്ചിരിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. നമുക്ക് ഇവിടെയൊക്കെ തപ്പാം. കൊറേ നടന്ന് നോക്കി, ഒന്നും കാണുന്നില്ല. ഇതിപ്പോ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ ഗിഫ്റ്റ് തപ്പി അവിടെ നേരെ ഇവിടെ വരെ വന്ന് ഗൈസ്. ഇത്ര സ്ഥലം ഫുള്ള് തപ്പി, ഇതുവരെ കിട്ടിയില്ല. നമുക്ക് ഈ സൈഡിലൂടെ ഒന്ന് തപ്പി നോക്കാം. ഞാൻ തപ്പി ഇവിടെ തന്നെ എത്തി. തപ്പി അവിടെ വരെ എത്തി. ഈ 4 സൈഡ് ഫുള്ള് തപ്പിയേ, എന്നിട്ട് ഇതൊരു സാധനം കിട്ടിയില്ല. ഗിഫ്റ്റ് എവിടെയാണോ എന്തോ. ആനി അഭിന അവിടെ തപ്പുന്നുണ്ട്, ഞാൻ ഇവിടെ തപ്പുന്നുണ്ട്. നമുക്ക് നോക്കാം സാധനം കിട്ടുമോ ഇല്ലയോ എന്ന്. ഇവിടെ ഫുള്ള് തപ്പി ഗൈസ്, ഇതുവരെ കിട്ടിയില്ല. നമുക്ക് സമയമില്ല. ഇപ്പൊ എന്തായാലും സന്ധ്യയാവും, രാത്രിയാവും ഗൈസ്. പഴംപൊരി തിന്നില്ല, എന്നിട്ട് എനിക്ക് കാട് തന്നു. അവരുടെ കയ്യിലായിരുന്നു ക്ലൂ. കണ്ട, ഇതില് പഴംപൊരി ബീഫും ഉണ്ട്. അത് നമുക്കൊരു ക്ലൂ ആയിരുന്നു. ചട്ടൻ പീസോ ക്ലൂ ആണോ ഇത്? വെടിപൊട്ടിയത് അതാരെ വെടിപൊട്ടിച്ചു? ചട്ടൻ പീസ ലോഗോ. ചട്ടൻ പീസ് ലോഗോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ. ഒരു കുടിൽ. ഒരു കുടിൽ മേലെ മാത്രമേ കുടിലുള്ളൂ. ഇവിടേക്ക് ഓപ്പൺ ആണ്. മഴ വന്നാൽ നമ്മൾ എന്തായാലും നനയും. പക്ഷെ ഇവിടുത്തെ ഒരു എസ്തെറ്റിക് പാർക്കായിരുന്നു കേട്ടോ ഇത്. ഞാൻ വിചാരിച്ച നല്ല ഒരു സമ്മർ വൈബ്സിൽ അച്ഛൻ നമ്മൾക്ക് 2 ഫോട്ടോസ് ഒക്കെ എടുത്ത് കൊടുക്കാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അഷ്ടയുടെ ബർത്ത്ഡേ സമയത്ത് ഇങ്ങനെ കുറച്ച് വെറൈറ്റി ഒക്കെ നടക്കുന്നുണ്ട്. അഷ്ട കരഞ്ഞിരുന്നെങ്കിൽ ഇത്ര മഴ ഒരു എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം അഷ്ട കരഞ്ഞ പൊട്ടുള്ള വലുതായിട്ടൊന്നും കരുതില്ല. കഴിഞ്ഞ പ്രാവശ്യം ധാരയായിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. ധാരധാരായിട്ടൊന്നും ഒഴുകിയൊന്നുമില്ല. ആ സമയം പെട്ടത് അപ്പഴേ ഷോക്കായിട്ട് അങ്ങനെ ഒരു ഇതായിരുന്നു. അതെല്ലാം ധാരധാരായിട്ട് ഒഴുകിയൊന്നുമില്ല. ഇത് ചട്ടൻ പീസിന്റെ ലോഗോ. അതായത് നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് എന്തോ ആണ് കോഴിക്കോടുള്ള. കുറച്ച് വെള്ളം കിട്ടും. കോഴിക്കോട് ഫുള്ള് കറങ്ങി. നമ്മുടെ ലോഗോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് സ്റ്റോറി എടുത്ത് നോക്കടി. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണിത്. ക്ലോസ് ഫ്രണ്ട്സ്. നിങ്ങൾ ചട്ടൻ പീസിന്റെ ക്ലോസ് ഫ്രണ്ട്സ് കാണാൻ പോവാണ്. കോഴിക്കോട് ബീച്ച്. ഈ അപ്പച്ചന്റെ അപ്പച്ചന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് ഫോട്ടോ ഇട്. ഓക്കെ, നമ്മൾ അപ്പച്ചനെ കണ്ടുപിടിക്കാൻ പോണു ഗൈസ്. ബീച്ചിന്റെ അടുത്ത് കടകളുടെ അടുത്തെത്തിയ ഇതില് ബ്ലൂവും റെഡും ആയിട്ടുള്ള കട. പക്ഷെ അപ്പച്ചന്റെ തലയിൽ കെട്ടുണ്ട്. പാർക്കിംഗ് കിട്ടാത്തോണ്ടാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിരുന്ന് നോക്കണത്. പാർക്കിംഗ് കിട്ടി ഓടി നോക്കായിരുന്നു. ഇതാണ് നമ്മുടെ അപ്പച്ചൻ. ഈ അപ്പച്ചനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഭാവി ആനി മെയിൻ ആയിട്ട് ബൂസ്റ്റ് ഹോർലിക്സ് ഇട്ടിരിക്കുന്ന നോക്കണേ ഫ്രണ്ടില്. കടലിൽ അപ്പച്ചൻ ഇരിക്കുന്നു. അപ്പച്ചൻ താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ അസ്ന. ക്രിയേറ്റ് ചെയ്യാൻ ഈ മണ്ണ് കണ്ടിട്ട് അശ്നേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ നമ്മൾ ട്രിബ്യൂട്ട് ചെയ്യുന്നു.
ഈ ഇടിമിന്നലും പേമാരി വരുന്നതിന് മുന്നേ നമുക്ക് കേക്ക് മുറിക്കാം. വെട്ട് അടുത്ത മഴക്കുമ്പോ വെട്ട് വീട്ടിൽ പോകോളാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. നമ്മളാണെങ്കിൽ എഴുതി വെക്കാം. നമ്മൾ പണ്ട് എഴുതിക്കുമ്പോ കടലമ്മ കള്ളിന്നത് ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. ഹാപ്പി ബർത്ത്ഡേ അഷ്ടേ എന്ന് പറയുമ്പോ സാധനം ഒന്ന് എടുത്തിട്ട് പോകും. നോർമലായിട്ട് എഴുതണോ 3D എഴുതണോ? നോർമലായിട്ട് എഴുതാം. ആനി ഒരു ബുദ്ധിമതിയാണ്. ആനി ആർക്കും മനസ്സിലാവാതിരിക്കേണ്ടി അങ്ങോട്ട് നോക്കി എഴുതുന്നു. ആനിയുടെ ഇതെല്ലാം ഉദ്ദേശിച്ചത് ഫുള്ളായിട്ട് എഴുതണം. ഞങ്ങളില്ലേ ഫുള്ള എഴുതിയത് മാഞ്ഞു ഒന്നുകൂടെ. എല്ലാരും നോക്കുന്നുണ്ട്, കുഴപ്പമില്ല ആനി. അതാണ് എഴുതിയാനി പെട്ടെന്ന് എഴുതണ്ട കേട്ടോ ആനി ഫാസ്റ്റില്. ബാക്കിൽ ഒരു ക്രൗഡ് നോക്കണ ഗൈസ്. എന്റെ പക്കം ഒരു ഹാർട്ട്. എങ്ങനെ ഹാർട്ട് അശ്നേഷ് ലവ് യു, ഹാപ്പി ബർത്ത്ഡേ. എന്റെ അശ്നയ്ക്ക് ഒരു ഉമ്മ. നിന്റെ ഓർമ്മയ്ക്കായിട്ട് എന്നും കോഴിക്കോട് ബീച്ചിലുണ്ടാവും. പോണവരെ വരുന്നവരെ വായിക്ക് ഹാപ്പി ബർത്ത്ഡേ അശ്ന. എന്താ ചട്ടമിസ് എഴുതിക്കട്ടെ. കൊച്ചു ക്ലൂ കൊണ്ടുവന്നു ഗൈസ്. അടുത്ത ക്ലൂ. ഇതെന്ത് സ്ഥലം? റൂം നമ്പർ ആണോ? ഇത് മറ്റേ ഹോട്ടൽ റൂം നമ്പർ ടിയാറയുടെ റൂം. അത് തന്നെ റൂം നമ്പർ തന്നെ. അപ്പൊ ടിയാറ തന്നെ ആയിരിക്കും. ടിയാറയിലെ ഹോട്ടൽ റൂം നമ്പർ 1101. അശ്ന അവിടെ ഉണ്ട്. അതല്ലേ? ഇതിന്റെ കുറവ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അശ്ന ഈ സമയത്ത് പറയാൻ പോണത് അറിഞ്ഞൂടാ. മഴയത്തിറങ്ങി കളിക്കുന്ന അശ്ന. കേക്ക് കട്ടിയാ നേരം മഴ പെയ്തു. ഏത് മഴ? ഐസൊക്കെ പറഞ്ഞതാ മേലെന്ന്. മണ്ടയിൽ ഇപ്പൊ വീഴും. മണ്ടയില് നോർമലി നാട്ടില് മഴ സീസൺ ആണ് ജൂൺ. അപ്പൊ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇവിടെ സൂപ്പറായിട്ട് ആഘോഷിക്കാം. അതിലും കഷ്ടം. നമ്മൾ പെട്ടെന്ന് ഇവിടെ നോർന്നായ നിറയെ ആൾക്കാർ വരുന്നുണ്ട് ഞങ്ങളെ കണ്ടിട്ട്. അപ്പൊ നമുക്ക് ചലഞ്ച് തീരാൻ സമയമുണ്ട്. വേറെ ഒന്നും വിചാരിക്കല്ലേ ഗൈസ്, ചലഞ്ചിന് സമയം വേണ്ട. ഗൈസ് അങ്ങനെ നമ്മള് ലൊക്കേഷനിലെത്തി. ടിയാറ 1101 നമുക്ക് പോണം. ഗൈസ് അങ്ങനെ നമുക്ക് റൂം നമ്പർ കിട്ടി. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് പോയി സാധനം തുറക്കാം. ബാ, ഇത്ര സമയം കഷ്ടപ്പെട്ടതിന്റെ സാധനം നമുക്ക് അവിടെ ഉണ്ടെന്ന് നോക്കാം. ഗൈസ് 1101 ആദ്യം കയറുമ്പോ ആദ്യത്തെ റൂം ആയിരിക്കും. ഈ സ്ഥലം 11 ആയിരുന്നു നമ്മുടെ ഫ്ലോർ. ഇവനാണ് പറഞ്ഞത് 1 എന്ന്. അപ്പം ഞങ്ങള് കയറി വന്നപ്പോ മുകളിലൊന്ന് ലൈറ്റ് കിടന്നു. അപ്പൊ നമ്മൾ വരുമ്പോ എന്ത് വമ്പ സെറ്റപ്പ് ഉണ്ട് അവിടെ. എന്താണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. എന്താണ് സർപ്രൈസ് എന്ന് നമുക്ക് നോക്കാം. സർപ്രൈസ് ഇപ്പോഴാണ് നമ്മൾ സർപ്രൈസ് കാണാൻ പോകുന്നത്. തുറക്കണേ. കുത്ത് എവിടെ കുത്തേണ്ട സാധനം. സർപ്രൈസ് ഇവിടെ അശ്ന ഇവിടെ ക്ലൂ ആണെന്ന് തോന്നുന്നു കേട്ടാ. ഇവിടെ ഉണ്ട് ആരെയും. നീ തിന്നാനല്ലേ ഇവിടെ വന്ന ക്ലൂ തപ്പണം.
അത് ഇതിനടിയിലല്ലേ കാണുമോ? തുറക്കാൻ പറ്റും. ക്ലൂ ഒഴിച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ. ഇതൊക്കെ വീട്ടിനകത്തോ നിങ്ങൾ ടൈൽസ് ഒക്കെ പൊട്ടിച്ചകത്തോ വെച്ചിട്ടുണ്ടോ? അടുത്തെന്തോ ഉണ്ട്, ഇവിടെ എവിടെയെങ്കിലും കാണും. എന്തുവാ കിട്ടുന്നുമില്ല. ഞാൻ കണ്ടുപിടിച്ചേ. ഇവിടെ ഇങ്ങനെ ഒരു മല പോലെ ഒരു സാധനം ഇരുന്നിട്ട് നല്ല വെയിറ്റ് ഉണ്ട്. ഗിഫ്റ്റ് ഗിഫ്റ്റ് ഗൈസ്, അങ്ങനെ നമുക്ക് ഫൈനലി ഗിഫ്റ്റ് കിട്ടി. ബർത്ത്ഡേ ഗിഫ്റ്റ് നമുക്ക് കിട്ടി. കൊറേ മണിക്കൂർ ഇങ്ങനെ തിരക്കിയാണ് ലാസ്റ്റ് ഈ ഗിഫ്റ്റ് കിട്ടിയത്. അതങ്ങനെ വാക്കെന്തായിരുന്നു? പ്രഷ്യസ് ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് ആണ് ഗൈസ്. അശ്നേച്ചിക്ക് വേണ്ടിട്ട് ഗിഫ്റ്റ് നേരെ ഫ്ലൈറ്റിൽ അശ്നയുടെ അവിടെ എത്തും. ഓപ്പൺ. വെയിലാണല്ലോ. ബർത്ത്ഡേ ആയിട്ട് ചട്ടം പീസ് പിള്ളേർ അവർ നിനക്ക് ഒപ്പിച്ചെന്ന ഗിഫ്റ്റ് ആണിത്. മനസ്സിലായോ? തിരുവനന്തപുരത്ത് നിന്ന് പാർസൽ വഴി വന്ന ഗിഫ്റ്റ്. എന്തെന്തെങ്കിലും ഗസ് ഉണ്ടോ? ഒരു 2 കിലോ പ്ലം കേക്ക്. പൊട്ടിക്കാൻ പറ്റാത്ത രീതിയിലാ പാർസൽ ഇത് കൊടുത്തിട്ട്. കഥാപ്രസംഗം നടത്തണം പൊട്ടിക്കടി. എന്നാ ഇത്? ഇതിന്റെ കഥ എന്ന് പറഞ്ഞാല് അശ്ന യു എ തൊട്ട് പറയുന്നുണ്ടായിരുന്നു അശ്നയ്ക്ക് ഡൈസൺ വേണോ. പക്ഷെ നമുക്ക് കുറച്ച് സാഹചര്യത്തിന്റെ പരിമിതികൾ മൂലം അന്ന് വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അശ്നയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഈ ബർത്ത്ഡേക്ക് അശ്നയ്ക്ക് ഡൈസൺ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ? ഇനി മുതൽ അശ്ന ദീപയാവും. ഇല്ല ദീപ? ഇത് എനിക്ക് കിട്ടി, പക്ഷെ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇനി വേണം പഠിക്കാൻ. ഇത് നിനക്ക് കിട്ടാൻ വേണ്ടി അവിടെ അവർ എന്തൊക്കെ ചെയ്യുന്നറിയാമോ? അവർ ചാലഞ്ചസ് കംപ്ലീറ്റ് ചെയ്തു. ആനിമോളും അബിൻമോനും ചാലഞ്ചസ് കംപ്ലീറ്റ് ചെയ്താണ് നിനക്ക് വേണ്ടി ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ്സ് അവർ അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പൊ അതിന് അവർക്ക് ഒരു റെസ്പെക്ട് കൊടുക്കണ്ടേ? എന്നിട്ട് സല്യൂട്ട് കൊടുക്കണം. നീ ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? അഭി നേരത്തെ പറഞ്ഞ അശ്ന കാണും ഇങ്ങനെ പറഞ്ഞിട്ട് അശ്ന അവിടെ കാണും. അശ്ന പ്രതീക്ഷിച്ചു. അശ്നേച്ച് ഞങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചു. മിസ് ചെയ്തു. വി മിസ് യു. അശ്നയെ മാത്രമല്ല എല്ലാവരും നല്ലപോലെ മിസ് ചെയ്യും. ഞങ്ങള് മിസ് ചെയ്യുന്ന പോലെ നിങ്ങൾ മിസ് ചെയ്യുന്ന അറിയാം. കമന്റൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. ഒരു വരുമായിരിക്കും എപ്പോഴെങ്കിലൊക്കെ. ശരിക്കും ഞാൻ മിസ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാമോ എന്റെ ഫോണിന്റെ ഹോം സ്ക്രീനിൽ അതെന്തെന്നറിയാമോ? അശ്നയുടെ ബർത്ത്ഡേ 2 ദിവസം മുന്നേ അനിയുടെ വാട്സാപ്പിൽ അശ്നയുടെ ഫോട്ടോ. കുറെ ദിവസം മുന്നേ അതിങ്ങനെ നമുക്ക് സജഷൻ വരും. അപ്പൊ ഞാൻ പിന്നെ എന്നറിയാമോ, കുറച്ചാൾ എന്നെ BTS ആയിരുന്നു. ബർത്ത്ഡേ ആയപ്പോ അശ്നയായിരുന്നു. പാവയുടെ ബർത്ത്ഡേ പാവയാവും. അത് ഞാൻ കൂടുതൽ മിസ് ചെയ്യുന്ന ആൾക്കാരുടെ ഫോട്ടോ ആയിരിക്കും അതിൽ വരുന്നത്. എന്റെ ഫോട്ടോ ഒന്നും വരത്തില്ല. നീ എന്റെ അടുത്തുണ്ടല്ലോടാ, അതുവരെ. ഇതിനൊരു കുറവുണ്ടായിരുന്നത് നിങ്ങളും കൂടി ഇവിടെ വരണമായിരുന്നു. നിങ്ങൾ ഈ സാധനം കൊണ്ട് വന്നിരുന്നെങ്കിലായിരുന്നു അതിന്റെ ഒരു പ്രോസസ് കംപ്ലീറ്റ് ആകുമായിരുന്നു. ഞാൻ വിളിച്ചായിരുന്നു, ആരും വന്നില്ല. അടുത്ത മാസം നാട്ടിൽ വെച്ച് ബർത്ത്ഡേ ഒന്നും കൂടെ ആഘോഷിക്കുന്നു. നാട്ടിൽ വെച്ച് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. പക്ഷെ ഇന്ന് ഞാൻ എല്ലാരെയും മിസ് ചെയ്തു. ഇത്രേ ഉള്ളൂ. നിങ്ങളെല്ലാം കണ്ടല്ലോ, പിക്കൊന്നും വരാത്തതിന് കാരണം ഈ മഴയും ആലിപ്പഴമൊക്കെ ആയിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ ബർത്ത്ഡേ വ്ളോഗ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ.